ഇപ്പോൾ റിലയബിലിറ്റി റിസെയിൽ വാല്യൂ ഒന്നും നോക്കാതെ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ നിന്നൊരു കാർ മേടിക്കുകയാണെങ്കിൽ ഏത് കാർ മേടിക്കും? കിസാഷി. മറ്റേ ആ മാരുതി സുസുക്കി ഇറക്കിയ സെഡാൻ കാർ അല്ലേ? ലക്ഷറി സെഡാനാണ് ബ്രോ. എന്തൂസിയാസ്റ്റുകൾ അതിനെ സുസുക്കി കിസാഷി എന്നാണ് മെൻഷൻ ചെയ്യാറ്. 2011 സുസുക്കി ജപ്പാനിൽ നിന്ന് CBU യൂണിറ്റ് ആയിട്ട്, അതായത് കംപ്ലീറ്റ്ലി ബിൽഡ് യൂണിറ്റ് ആയിട്ടാണ് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്തിരുന്നത്. 2.4 ലിറ്റർ മാനുവൽ ആൻഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലാണ് ഇത് ലോഞ്ച് ചെയ്തത്. പ്രോപ്പർ പെർഫോമൻസ് ഉള്ള 2393 cc, 4000 RPM, 230 Nm ടോർക്ക്, ഈ 2700 mm പ്രോപ്പർ പവർ ടു ബോഡി റേഷ്യോ ആയിട്ടുള്ള വീൽ ബേസ്. മൊത്തത്തിൽ പറഞ്ഞ ഒരു പെർഫെക്റ്റ്ലി എഞ്ചിനീയർഡ് ആയിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ലക്ഷറി സെഡാൻ വിത്ത് ഓൾ ഫീച്ചേഴ്സും പിന്നെ വിത്ത് എക്സ്ട്രാ ആഡഡ് ഫീച്ചേഴ്സും ഉള്ള കംഫർട്ടിന് വേണ്ടിയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ഉള്ള ഒരു സെഡാൻ കാറായിരുന്നു കിസാഷി. വീൽ ബേസ്, സ്റ്റെബിലിറ്റി, ഇൻസ്റ്റൻറ്റ് പവർ. നാഷണൽ ഹൈവേസിൽ ഇപ്പോൾ ലോങ് ഒക്കെ പോകുമ്പോൾ നാഷണൽ ഹൈവേസിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു വണ്ടി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒരു ഹയാബൂസ ബൈക്കിൻ്റെ എൻജിൻ്റെ സെയിം DNA ഉള്ളൊരു സെഡാൻ കാർ. ഒരു ഹയാബൂസ ബൈക്കും ഒരു സുസുക്കി കിസാഷി ഓൺ ചെയ്യുന്ന ഒരു ഓണർക്ക് അതിൻ്റെ ഒരു DNA മനസ്സിലാവും. ഒരു പവർ ഫീൽ ചെയ്യും. എന്നെപ്പോലെ വിരളിലെണ്ണാവുന്ന ചില ഇൻഫ്ലുവൻസേഴ്സിന് കിസാഷിയൊക്കെ ഒരു വികാരമാണ്. താങ്ക് യു ബ്രോ. അപ്പോൾ ബ്രോൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, അപ്പോൾ ഇതുപോലെ മറ്റൊരു കാറിൻ്റെ കാര്യം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം.